പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ പെസഹ മുതൽ ഗാഗുൽത്ത മല കുരിശുമരണം, ഉയർത്തെഴുന്നേറ്റ് യേശുനാഥനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 12-ാം ദിവസമാണ് ഉയർപ്പ് മുതൽ അങ്ങോട്ട് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും യേശുനാഥൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് തന്നെ വരികയാണ്. ആദ്യം നമ്മൾ കണ്ടു അടക്കം ചെയ്ത് 3-ാം ദിവസം മഗ്ദലേന മറിയത്തിന് യേശുനാഥൻ പ്രത്യക്ഷപ്പെടുന്നു. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നില്ല. അവിടെ 1-ാം സ്ഥലം, 1-ാം പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നു. 2-ാം പ്രാവശ്യം കതകടച്ചിരിക്കെ അവിടെ മധ്യം നിന്നുകൊണ്ട് സമാധാനം പറയുന്നു. 3-ാം പ്രാവശ്യം 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും യേശുനാഥൻ വന്ന് പ്രത്യക്ഷപ്പെടുന്നു. ഇന്നലെ നമ്മൾ കണ്ടു 4-ാം പ്രാവശ്യം മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടാണ്ട് യേശുനാഥൻ അവരോട് പറയുന്നു, നിങ്ങൾ വലതുവശത്ത് വലയെറിയുക. 4-ാം പ്രാവശ്യം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 5-ാം ദിവസമാണ്. എത്ര ദിവസമായി ഇപ്പോൾ യേശുനാഥൻ ശിഷ്യന്മാരെ തേടി വരെയാണ്, അവരെ ശക്തിപ്പെടുത്തുകയാണ്, അവരുടെ ഭയം മാറ്റിവിടുകയാണ്. 5-ാം പ്രാവശ്യമാണ് ഇന്ന് യേശുനാഥൻ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. യേശുനാഥൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. ജെറുസലേമിൽ തങ്ങുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ഒരു അവർക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം യേശുനാഥൻ പല അത്ഭുതങ്ങളും ചെയ്തതും നടന്നതൊക്കെ ജെറുസലേമിലാണ്. അതുപോലെ കുരിശുമരണമെല്ലാം നടന്നതും യേശുവിൻ്റെ അടക്കം പെട്ടതെല്ലാം അവിടെയാണ്. അപ്പോൾ അവരെ നിൽക്കാന്ന് പറയണത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ അവർ അത് കേൾക്കാതെ, യേശുവിൻ്റെ വാക്ക് കേൾക്കാതെ ജെറുസലേം വിട്ട് അവർ ആ വേറെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി ഇവരുടെ കൂടെ വന്ന് കൂടുന്നുണ്ട്. അപ്പോൾ അവർ തർക്കിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. ജെറുസലേമിൽ നടന്ന യേശുനാഥൻ്റെ കുരിശുമരണം, ചാട്ടവാറടി, കുരിശിൽ തറച്ചതൊക്കെ ഇങ്ങനെ തർക്കിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുവൻ വീണ്ടും വന്ന് അവരുടെ കൂടെ കൂടും. എന്നിട്ട് അവരോട് ചോദിക്കും, നിങ്ങൾ ആരെ പറ്റിയാണ് സംസാരിക്കുന്നത്? അപ്പോൾ അവർ അതിശയിച്ചു, നീ എന്താണ് ഈ പറയണത്? ജെറുസലേം മുഴുവനും പാട്ടായി പോയില്ലേ? എന്നിട്ട് അത് അറിയണില്ലേ നടന്ന സംഭവങ്ങളൊന്നും? അപ്പോൾ ആ നടക്കുന്ന വ്യക്തി യേശുനാഥനാണ്. അത് അറിയുന്നില്ല ഇവർ. അപ്പോൾ യേശു അറിയാതെ ചോദിക്കുകയാണ്, ഏത് കാര്യം, എന്ത് കാര്യം, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഈ ശിഷ്യന്മാരോട് പറയുകയാണ്. നമുക്ക് വചനം ശ്രവിക്കാം. ഇന്ന് ലൂക്കയുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 32 വരെയുള്ള തിരുവചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈ വചനം എല്ലാം നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ, ആത്മാവിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തിന്മയുടെ ശക്തി നമ്മളെ കീഴ്പ്പെടുത്തിയില്ല. ഒരു മ്ലേച്ഛ ചിന്തകൾ നമ്മുടെ ബുദ്ധിയിലേക്ക് വന്നാലും ഈ വചനം അത് എടുത്തു കളയും. വചനം നമ്മൾ ഉൾക്കൊള്ളണം. യേശുനാഥൻ്റെ പെസഹ മുതൽ കുരിശുമരണം വരെയും അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുനാഥൻ എത്ര പ്രാവശ്യം ശിഷ്യന്മാർക്ക് മുമ്പിലോട്ട് വരുന്നുണ്ടെന്നെല്ലാം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ വചനം ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. കേട്ടു പോകരുത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ശ്രവിക്കാം. 13-ാം അധ്യായം 24-ാം അധ്യായം 13-ാം വാക്യം. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്നും ഏകദേശം 60 മൈൽ അകലെയുള്ള യമാവോസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. 2 ശിഷ്യന്മാർ യമാവോസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആ ജെറുസലേം വിട്ട് പോവുകയാണ്. അവർക്ക് അവിടെ നിൽക്കാൻ പറ്റണില്ല.
ഒന്നാമത് ഭയങ്കര വിഷമം, ഞങ്ങളുടെ കുരുവിനെ ഇങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ എന്നുള്ളത്. രണ്ട്, ആ ചെയ്യുന്നവരുടെ ഭയന്ന് പോവുകയാണ്, നമ്മളെയും ഇതുപോലെ കൊന്നു കളയുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ആ രാജ്യം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. 14-ാം വാക്യം. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവരിങ്ങനെ പോകുന്ന സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തു. സംസാരിക്കുകയും ചെയ്യും, വാദിക്കുകയും ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഒരുമാതിരി എന്ത് അത് ചെയ്യേണ്ടില്ലായിരുന്നു, അത് പറയേണ്ടായിരുന്നു, അവിടെ നിന്ന് അങ്ങനെ പലതൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ബാധിക്കുകയും കൂടി ചെയ്തിരുന്നു. ഹല്ലേലൂയ. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശു അടുത്തെത്തി. എന്താണ്? യേശു അവരുടെ കൂടെയാണ്. ഒരു യാത്രക്കാരനായിട്ട്, ഒരു കാൽനട യാത്രക്കാരനായിട്ട് യേശു അവരുടെ കൂടെ കൂടി അവരോടൊപ്പം യാത്ര ചെയ്തു. 16-ാം വാക്യം. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവരുടെ കണ്ണുകൾ അടഞ്ഞുപോയി, കാണാൻ പറ്റില്ല. മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിനെ കാണണമെന്നുണ്ടെങ്കിൽ യേശു തന്നെ നമ്മുടെ കണ്ണുകളെ തുറക്കണം. കാരണം 3 വർഷം പരസ്യ ജീവിതത്തിൽ മനുഷ്യരുടെ കൂടെയായിരുന്നു യേശുനാഥൻ. അവൻ ദൈവമായിരുന്നു, എന്നാൽ മനുഷ്യരുടെ കൂടെയായിരുന്നു. അവർക്ക് എല്ലാവർക്കും, ജനം മുഴുവനും കാണാമായിരുന്നു. മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടാലും ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. കാരണം അവൻ പൂർണ്ണമായും ദൈവമാണ്. 3 വർഷത്തെ പരസ്യ ജീവിതത്തിൽ ദൈവമാണെങ്കിലും അവൻ മനുഷ്യനായിരുന്നു. ഇപ്പോൾ അവൻ മനുഷ്യനല്ല, പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ ദൈവം. അപ്പോൾ ആ ദൈവമായ കർത്താവ് തന്നെ നമ്മളെ കണ്ണു തുറക്കാണ്ട് അത് ക്രിസ്തുവാണെന്ന് നമുക്ക് കാണാനോ അറിയാനോ സാധിക്കുകയില്ല. അവൻ അവരോട് ചോദിച്ചു, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? യേശുനാഥൻ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ശിഷ്യന്മാരാണ് പോണത്. 3 വർഷം യേശുനാഥൻ്റെ കൂടെ നടന്ന് സംസാരിച്ച വ്യക്തികളാണ്. ഒരു സ്ഥലത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ആ സ്വരം പോലും കേൾക്കാൻ പറ്റുന്നില്ല, അവൻ്റെ മുഖച്ഛായ അവർക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം യേശു തന്നെ അവരുടെ കണ്ണുകളെ തുറക്കണം. അല്ലാണ്ട് ഒരിക്കലും യേശുനാഥനെ തിരിച്ചറിയുക സാധ്യമല്ല. അവർ മാനവതരായി നിന്നു. ഇത് കേട്ട ഉടനെ അവരെ അങ്ങോട്ട് അതിശയപ്പെട്ട് അവിടെ അങ്ങ് നിന്നുപോയി. അവരിൽ കെഫാസ് എന്ന പേരായവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവർ ചോദിക്കുകയാണ്, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവങ്ങളൊന്നും അറിയാത്ത ഒരു അപചരിതനാണോ നീ? ഒരു വഴിപോക്കുകാരനാണോ? അതെന്താണ് ഇങ്ങനെയെന്ന് അവർ അതിശയത്തോട് യേശുനാഥനോട് ചോദിക്കുകയാണ്. പക്ഷെ അത് യേശുനാഥനാണെന്ന് അവരെ അറിയുന്നില്ല. മരിച്ചു ഉയർത്തെഴുന്നേറ്റ് തോട്ടത്തിൽ നിന്നുകൊണ്ട് യേശു, സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് തോട്ടക്കാരനാണെന്ന് അവൾ കറ്റി. പക്ഷെ യേശുനാഥനായിരുന്നു. ഇവിടെ വഴിപോക്കാരനാണെന്ന് എഴുതി അവർ അതിശയത്തോടെ ചോദിക്കുക, നീ അറിയാത്ത ഒരു വ്യക്തിയാണോ ഈ ജെറുസലേമിൽ നടന്ന സംഭവങ്ങളല്ല? ഇന്നലെ നമ്മൾ കണ്ടു, മീൻ പിടിക്കാൻ പോയിട്ട് അവർക്കൊന്നും കിട്ടാണ്ടിരുന്നപ്പോൾ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പക്കൽ വല്ല മത്സ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവിടെയും യേശുനാഥനെ അവർക്ക് കാണാൻ പറ്റുന്നില്ല. പത്രോസിന് ഇവിടെയും കാണാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. 4-ാം പ്രാവശ്യമാണ് യേശുനാഥൻ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരുന്നത്. ഒന്നാം മഗ്ദലേനമറിയത്തിൻ്റെ അടുത്തേക്ക് വന്നതോടുകൂടി 5-ാം പ്രാവശ്യമായി. ആദ്യം അവൾക്കാണ് യേശുനാഥൻ
പ്രത്യക്ഷപ്പെട്ടത്. ഒന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസറനായ യേശുവിനെ കുറിച്ച് തന്നെ. നസറനായ യേശുവിനെ കുറിച്ച് തന്നെ. അവരെ അത്ഭുതത്തോടെ പറയുന്നു, ഇതൊന്നും അറിയാത്ത ഒരു വ്യക്തിയാണോ നീ ഞങ്ങളുടെ കൂടെ നടക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അവൻ ദൈവത്തെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. എന്താണ് അവർ പറയുന്നത്? അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. കുരിശിൽ തൂക്കി കൊന്നുകളഞ്ഞതൊക്കെ ശിഷ്യന്മാർക്കറിയാം. ഒരു പ്രവാചകനായിരുന്നു എന്നാണ് അവർ പറയണത്. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണത്തിന് വിധിച്ച് ഏൽപ്പിച്ചു കൊടുക്കുകയും കുരിശിക്കുകയും ചെയ്തു. അവർ പറയുന്നു, യേശുവിനാണ്. ആരാണ്? അവനെ മരണത്തിന് വിധിക്കുകയും ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിൽ തറയ്ക്കാൻ കൊണ്ടുപോവുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇസ്രായേലിനെ മോചിപ്പിക്കാൻ ഉള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ആ ശിഷ്യന്മാർ പറയണം. അത്രയും ഇതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേനും അവിടെ അവർ തളർന്നുപോയി. അവരുടെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇന്ന് 3-ാം ദിവസമാണ് അവർ പറയുന്നത്. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇന്ന് 3-ാം ദിവസമാണ്. അപ്പോൾ ഈ 3 ദിവസവും ഇവർ വീട്ടിന് പെരക്കകത്ത് മുറി കഥകട്ടച്ചിരിക്കുകയാണ്, പുറത്തിറങ്ങാണ്ട് ഭയന്നിട്ട്. അപ്പോൾ ഇങ്ങനെ എത്ര നാൾ കഴിയും? എന്നാൽ പിന്നെ ഇവിടെ നിന്ന് തന്നെ പൊയ്ക്കളയാം എന്ന് കരുതി അവിടെ നിന്ന് അവർ പോവുകയാണ്. ഹല്ലേലൂയ. 22-ാം വാക്യം. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകളും വിസ്മയിച്ചു പോയി. ഇന്ന് രാവിലെ അവർ കല്ലറയെങ്കിൽ പോയിരുന്നു. അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. ഇവർ പറയുകയും യേശുനാഥനോട്, ഞങ്ങളൊക്കെ ചില സ്ത്രീകൾ കല്ലറയെങ്കിലൊക്കെ പോയിരുന്നു, അവൻ്റെ ശരീരം അവിടെ അവർ കണ്ടില്ല. പക്ഷേ ഉയർത്തെഴുന്നേറ്റ് പ്രതീക്ഷപ്പെട്ടു എന്നുള്ളത് ഇവരറിഞ്ഞില്ല. കുറച്ചുപേരെ അറിഞ്ഞില്ല. അവർ തിരിച്ചു വന്ന് താങ്കൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടെന്ന് അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചുവെന്നും. സ്ത്രീകൾ പറഞ്ഞ് ദൂതന്മാരുടെ ഉണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചുവെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലര് കല്ലറയെങ്കിലേക്ക് പോയി. ശിഷ്യന്മാരുടെ കൂടെ വേറെ പത്രോസും മറ്റുള്ളവരൊക്കെയാണ്. കല്ലറയെങ്കിലേക്ക് പോയി ഓടി, മുമ്പ് ഒരുത്തിന് ഓടി. എന്നാൽ പത്രോസ് പതുക്കെ പുറകെ നടന്നു വന്നു. ആരും പുറത്ത് കയറാണ്ട് നിന്നപ്പോൾ പത്രോസ് അകത്ത് കയറി നോക്കി, ആ തുണിയൊക്കെ വാരിയെടുത്ത്. അപ്പം അത് ഒരു പറയാണ്, കല്ലറയെങ്കിലേക്ക് പോയി. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ അവർ കണ്ടു. തുണിയും പടിരിക്കണമെന്നും ദൂതൻ സംസാരിച്ചെന്ന് പറഞ്ഞത്. പക്ഷേ ദൂതനായിട്ട് ശിഷ്യന്മാർ സംസാരിക്കുന്നില്ല. അത് ഈ ഒന്നാം മറിയത്തിൻ്റെ മുമ്പിലാണ് ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതും യേശു പ്രത്യക്ഷപ്പെടുന്നതല്ല. എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ. യേശു സംസാരിക്കണപ്പോൾ, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. യേശു വിളിക്കുന്നുണ്ട്, ഹൃദയം മന്ദീഭവിച്ചവരെ. എന്താണ് അങ്ങനെ പറയണത്? യേശുനാഥൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്, ഇങ്ങനെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും, ഞാൻ തിരിച്ചു വരും നിങ്ങളെടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് യേശു വിളിക്കുന്നത് ഭോഷന്മാരെ. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നില്ലേ? ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നില്ലേ?
മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇപ്പോഴും വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്. അവരെ കൂടെ നടന്നപ്പോഴും യേശുനാഥൻ ഇതെല്ലാം അവരെ പറഞ്ഞ് അറിയിച്ചിരുന്നു പല കാര്യങ്ങളും. അപ്പോൾ ആ യേശുനാഥനെ അറിയാം ഇവർ ജെറുസലേം വിട്ടു പോകുമെന്ന്. അതുകൊണ്ടാണ് യേശുനാഥൻ പറയുന്നത്, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. ഹല്ലേലൂയ. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്ത് അങ്ങനെ നടന്ന് യേശുനാഥനും ശിഷ്യന്മാരും കൂടി നടന്ന് എമാവുസ് ഗ്രാമത്തിൻ്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്ത് അവനാകട്ടെ യാത്ര തുടരുകയായിരുന്നു. തുടരുകയാണെന്ന് ഭവിച്ചു. ഹല്ലേലൂയ. യേശുനാഥനും അവരുടെ കൂടെ നടന്നുകൊണ്ടിരിക്കുക. അവർ അവനെ നിർബന്ധിച്ചു കൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക. അപ്പോൾ അവർ ജെറുസലേമിൽ നിന്ന് ഭയന്ന് എമാവുസ് ഗ്രാമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ യേശുവിനോട് പറയണം, ഇനി നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, ഇന്ന് നമ്മുടെ കൂടെ താമസിക്കുക. യേശുവാണെന്ന് അവർക്കറിയില്ല. വഴിയൊക്കെ വളരെ മോശമാണ്, ഇന്ന് പോകണ്ട, നാളെ പോയാൽ മതി, ഇവിടെ കിടക്കാം എന്ന് പറഞ്ഞിട്ട് യേശുവിനെ നിർബന്ധിച്ച് അവരുടെ കൂടെ താമസിക്കാൻ കയറ്റി. നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവർ പറയണം, നേരവും വൈകി, പകല് തീരാറായി, ഇനി രാത്രിയാണ്, ഇങ്ങനെയുള്ള വഴിയൊക്കെ വളരെ മോശമാണ്, അങ്ങോട്ട് പോകണ്ട എന്ന് ശിഷ്യന്മാർ യേശുനാഥനോട് പറയണം. ഹല്ലേലൂയ. അവൻ അവരോട് കൂടെ താമസിക്കുവാൻ കയറി. യേശുനാഥൻ അവരോട് കൂടെ താമസിക്കാൻ ആ ഭവനത്തിലേക്ക് കയറി. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിലിരുന്നപ്പോൾ, അങ്ങനെ അവരോട് കൂടെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് അവർ ഭക്ഷണമൊക്കെ വിളമ്പി അവരുടെ കൂടെ യേശുനാഥനും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ഉടനെ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പം എടുത്തിട്ട് മുറിച്ച് അവർക്ക് കൊടുത്തു. ഇതെന്താ സംഭവിക്കണമെന്ന് നോക്കിയോട്ടാ. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. കണ്ടാ, അപ്പം മുറിച്ച് അവർക്ക് കൊടുത്തപ്പോഴത്തേനും അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഇത് കുർബാനയാണ് യേശുനാഥൻ സാധിച്ചു കൊടുക്കുന്നത് അവർക്ക്. ഇത്ര പ്രാവശ്യമാണ് യേശുനാഥൻ പ്രതിഷ്ഠപ്പെടുന്നത്. ശിഷ്യന്മാരോടുള്ള സ്നേഹം നമ്മൾ തിരിച്ചറിയണം. മനുഷ്യ മക്കളോടുള്ള യേശുനാഥൻ്റെ സ്നേഹം, അവൻ്റെ ശരീരവും രക്തവും ശിഷ്യന്മാർക്ക് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് കുർബാന. അവൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ ആഴ്ചയിലും 2 ദിവസത്തെയും 3 ദിവസത്തെയും കുർബാനയിൽ. കണ്ണ് തുറക്കുന്നുണ്ടാവും, നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അവിടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്നും അപ്രത്യക്ഷനായി. 31-ാം വചനത്തിലാണ് കേട്ടോ, 31-ാം വാക്യത്തിൽ. കണ്ണ് തുറക്കപ്പെട്ടു, അപ്പം തന്നെ അവരുടെ മുമ്പിൽ നിന്നും യേശുനാഥൻ അപ്രത്യക്ഷനായി മാഞ്ഞുപോയി. ഹല്ലേലൂയ. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച്. ഉടനെ അവരെ കണ്ണുകൾ തുറന്നു, അവരുടെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങി. അവർ വഴിയിൽ വെച്ച് അവൻ്റെ വിശുദ്ധ ലിഖിതങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? യേശുനാഥൻ പറയുന്നു, ശിഷ്യന്മാർ പറയുന്നു, അവൻ നമ്മോട് സംസാരിച്ചിരുന്നപ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കുന്നുണ്ടായിരുന്നു പല വിധത്തിലും. പക്ഷെ തിരിച്ചറിയാൻ അവർക്ക് പറ്റിയില്ല, അവരുടെ കണ്ണുകൾക്ക് കഴിഞ്ഞില്ല. പക്ഷെ അപ്പം മുറിയിൽ കയറി ഭക്ഷണത്തിനിരുന്ന് അപ്പം മുറിച്ച് കൊടുത്തപ്പോഴത്തേനും അവരുടെ കണ്ണ് അങ്ങോട്ട് തുറക്കപ്പെട്ടു. നോക്കി, എന്ത് വലിയ അത്ഭുതമാണല്ലേ! യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവകൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് ഞങ്ങളുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. വിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ശിഷ്യന്മാർക്ക് യേശുനാഥൻ
പ്രത്യക്ഷപ്പെടുന്നത് 5 പ്രാവശ്യമാണ്. നാളെയും കൂടി കഴിയുമ്പോഴത്തേനും 5 പ്രാവശ്യം. ഇന്നിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ്. എന്നാൽ മഗ്ദലന മറിയത്തോടും കൂടി പ്രത്യക്ഷപ്പെടുമ്പോഴോ 6ാം പ്രാവശ്യം മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുനാഥൻ ശിഷ്യന്മാരിൽ നിന്നും പോകുന്നില്ല പിതാവിൻ്റെ അടുക്കിലേക്ക്. അവരെ വീണ്ടും വീണ്ടും യേശുനാഥൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അത്ര സ്നേഹമാണ് യേശുനാഥൻ്റെ സ്നേഹം. അത് ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റില്ല. യേശു കണ്ട മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുനാഥൻ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് തന്നെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നേയില്ല. എന്നാൽ എപ്പോഴാണ് പോകുന്നതെന്ന് നമുക്ക് നാളെ അറിയാൻ പറ്റും. കാത്തിരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുരിശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുവെ നിങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിന്റെ ശരീരവും രക്തവും ഞങ്ങൾക്ക് ഭക്ഷണമായി ദാനമായി കുർബാനയിലൂടെ നാവിലൂടെ തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവേ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശുവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ ആമേൻ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.